ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2017 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് നെയിൽസ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് നമ്മളെ കാണിക്കുന്നത്. ആ ഹോസ്പിറ്റലിലെ എറിക് എന്നൊരു നഴ്സ് കുഞ്ഞുങ്ങളുടെ വാർഡിലേക്ക് ചെന്ന് അവർക്ക് വേണ്ട മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളുടെ നഖം വെട്ടുന്നുണ്ട്. എന്നിട്ടത് ഒരു കവറിലാക്കി പേരെഴുതി വെക്കുന്നു. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, നെയിൽസ്. ഇതാണ് നമ്മുടെ കഥാനായിക ഡെന. പുള്ളിക്കാരി ഒരു അത്ലറ്റ് കോച്ചാണ്. ഡെന മാത്രമല്ല, ഡെനയുടെ ഹസ്ബൻഡും ഒരു ട്രാക്ക് കോച്ചാണ്. അന്ന് പതിവ് പോലെ തന്നെ നായിക ജോഗിങ്ങിനായിട്ട് ഇറങ്ങി. പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ ഒരു കാർ വന്ന് നായികയെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ആ കാറുകാരൻ ഡെനയ്ക്ക് എന്ത് പറ്റിയെന്ന് പോലും നോക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാർ എടുത്ത് രക്ഷപ്പെട്ടു പോയി. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞാണ് ഡെന കോമയിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. തലയ്ക്ക് നല്ല രീതിയിലുള്ള പരിക്കുള്ളതുകൊണ്ട് ഓർമ്മകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മാത്രമല്ല, ആക്സിഡന്റില് ഡെനയുടെ ലങ്സും ഡാമേജ് ആയി. അവൾക്ക് ശ്വസിക്കാൻ കഴിയില്ല. ട്യൂബ് വഴിയാണ് അവള് ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെനയ്ക്ക് സംസാരിക്കാനും കഴിയില്ല. പിന്നെ 2 കാലുകളും തളർന്നുപോയി. ഡെനയെ കൊണ്ട് ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഡെന കണ്ണു തുറന്നു എന്ന വാർത്തയറിഞ്ഞ് ഹസ്ബൻഡ് സ്റ്റീവ് ഹോസ്പിറ്റലിലെത്തി. അവളെ കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഒരു സ്പീച്ച് സിന്തസിസ് പ്രോഗ്രാം ഡെനയുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നായിക അതിൽ എന്ത് ടൈപ്പ് ചെയ്താലും ആ സിന്തസിസ് പ്രോഗ്രാം ഡെനയ്ക്ക് വേണ്ടി സംസാരിക്കും. നായിക ആ ഡിവൈസിലൂടെ ആദ്യം ചോദിച്ചത് തന്റെ മകളെ കുറിച്ചാണ്. സ്റ്റീവ് എന്തൊക്കെയോ പറഞ്ഞ് വൈഫിനെ സമാധാനപ്പെടുത്തി. നാളെ തന്നെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം, എല്ലാം ശരിയാവും, നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രിയോടെ തന്നെ സ്റ്റീവ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ഡെനയുടെ മുറിയിലെ ലൈറ്റ്സ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവള് കണ്ണു തുറന്നു നോക്കി. ആ ശബ്ദങ്ങൾ എന്താന്നറിയാതെ നായിക ചുറ്റും നോക്കുന്നുണ്ട്. ആ മുറിയിലേക്ക് ആരോ വന്നതുപോലെ. അപ്പോ ആ ഇരുട്ടിലെ തന്നെ ആരോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ ഡെനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെയും കാണാനില്ല. തന്റെ മുറിയില് ആരോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നായിക ആ ഡിവൈസില് ടൈപ്പ് ചെയ്ത് നോക്കി. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, യാതൊരു പ്രതികരണവും ഇല്ല. എന്നാ ഡെനയ്ക്ക് തൊട്ട് പിന്നിലായി തന്നെ ഒരു പ്രേത രൂപത്തെ നമുക്ക് കാണാം. ഇല്ല, തനിക്ക് തോന്നിയതാവും എന്ന് കരുതി നായിക ഉറങ്ങാനായിട്ട് കണ്ണടച്ചതും ആ മുറിയിലുണ്ടായിരുന്ന ഒരു കബോർഡ് അത് തനിയെ തുറന്നു വന്നു. എന്നിട്ട് ആ കബോർഡ് അതേപോലെ തന്നെ ക്ലോസ് ആയി. ആരോ അതിനകത്തേക്ക് കയറിപ്പോയതുപോലെ. പിറ്റേന്ന് രാവിലെ ഡെനയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നഴ്സായ ട്രെവർ ആ മുറിയിലേക്ക് വരുന്നുണ്ട്. നായികയെ ക്ലീൻ ചെയ്യുന്നതും ഫുഡ് കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ട്രെവർ ആണ്. പുള്ളിക്കാരനെ കണ്ടതും ഡെനയ്ക്ക് ഒത്തിരി സന്തോഷായി. ഒരുപാട് നേരമായില്ലേ ആരെയും കാണാതെ സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്നു. ഉടനെ തന്നെ ആ ഡിവൈസിന്റെ സഹായത്തോടെ നായിക ട്രെവറിനോട് ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങൾ ഈ മുറിയിലേക്ക് വന്നിരുന്നോ? രാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു, മുറിയിൽ ആരും ഉണ്ടായിരുന്നു? ഇത് കേട്ട് പുള്ളിക്കാരൻ ആകെ ഷോക്കായി. ഞാനോ? ഇല്ലല്ലോ. ഇതും പറഞ്ഞ് പുള്ളി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡിനടിയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ട്രെവർ നായിക പറയുന്നത് അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. കൊച്ചുകുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് അവൻ നായികയോട് സംസാരിക്കുന്നത്. ഈ സമയത്താണ് മുറിയിലെ കബോർഡിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ട്രെവർ നേരെ ചെന്ന് ആ കബോർഡൊക്കെ തുറന്നു നോക്കി. എന്നാ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരല്പസമയം കഴിഞ്ഞ് ഡെനയുടെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തന്നെ തന്റെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. മകളെ കണ്ട് ഡെനയ്ക്ക് ഒരുപാട് സന്തോഷായി. രണ്ടുപേരും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മറുവശത്ത് ട്രെവർ സ്റ്റീവിനെ മാറ്റി നിർത്തി തനിയെ സംസാരിക്കുന്നുണ്ട്. മാഡം, ഇന്നലെ രാത്രി മുറിയിൽ ആരെയോ കണ്ടെന്ന് പറയുന്നു. എന്നാ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പോ വേദന കുറയാനായിട്ട് ഡെന ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെനയ്ക്ക് ഇതുപോലൊക്കെ തോന്നുന്നതാണ്. അത് ഹലൂസിനേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡെനയ്ക്ക് ഒരു സൈക്കിയാട്രിക് ഡോക്ടറിന്റെ ഹെൽപ്പ് വേണമെന്ന് പറയും. സ്റ്റീവ് ഉടനെ തന്നെ മകളെ മുറിക്ക് പുറത്തേക്കാക്കി വൈഫിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. ഇന്നലെ രാത്രി എന്റെ മുറിയിൽ വന്നത് അതാരാന്ന് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആരോ നടക്കുന്നു, ഓടുന്നു, ഇരുട്ടിൽ നിന്ന് തന്നെ തുറിച്ചു നോക്കുന്നു. എനിക്ക് ഈ സ്ഥലം തീരെ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറിയാലോ? എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോയാൽ മതി
മതിയെന്ന് ഡെന ഹസ്ബൻഡിനോട് പറയും. എന്നാൽ സ്റ്റീവ് അവളെ കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഡെനയെ തുടർന്ന് ചികിത്സിക്കാൻ അവരുടെ കയ്യില് അത്രയും പണമില്ല. പിന്നെ ഇൻഷുറൻസ് കിട്ടിയ പണം കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലെ ചെലവ് താങ്ങാനും കഴിയില്ല. എന്നാ ഇവിടെ നിന്ന് മാറിയില്ലെങ്കിലും വേണ്ട, തന്റെ കൂടെ രാത്രി നിന്നൂടെ? അതിനും സ്റ്റീവ് തയ്യാറല്ല. എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക. വൈഫിനോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാൻ തയ്യാറല്ല. പേരൻസ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെനയുടെ മകള് ആ ഹോസ്പിറ്റലിൽ മുഴുവനും ചുമ്മാ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം കണ്ട് ജെമയ്ക്ക് എന്തോ പേടി തോന്നി. അധികം പേഷ്യൻസ് ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല, സ്റ്റാഫ് ഇല്ല. മാത്രമല്ല ആ ആശുപത്രി കെട്ടിടത്തിന് ഒത്തിരി പഴക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ചുറ്റി നടന്ന് ജെമ തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടികളുടെ വാർഡിലേക്ക് ചെന്നു. അവിടെയുള്ള ഓക്സിജൻ മാസ്ക് പരിശോധിക്കുന്ന നേരത്ത് പെട്ടെന്ന് ആ മുറിയിലെ അലാം അടിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട വെപ്രാളത്തിലെ പേടിച്ചു പോയ ജെമ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആകെ തട്ടിമറിച്ചിട്ടു. അവള് പെട്ടെന്ന് തന്നെ താഴെ കിടന്നിരുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കുമ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ജെമയ്ക്ക് പിന്നിലായി ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. അവള് പേടിച്ചു വറച്ച് ചുറ്റും തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാനില്ല. അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്താണ് ഹോസ്പിറ്റൽ ഡയറക്ടറായ എലിസബത്ത് അങ്ങോട്ട് വരുന്നത്. എലിസബത്ത് ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടാനോ ചൂടാവാനോ നിൽക്കാതെ നീ ഡെനയുടെ മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജെമയെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അന്നത്തെ വിസിറ്റിംഗ് ടൈം ഒക്കെ കഴിഞ്ഞ് അച്ഛനും മോളും ഞങ്ങള് നാളെ വരാന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോയി. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും സ്റ്റീവ് ഹോസ്പിറ്റലിൽ നിൽക്കാൻ തയ്യാറായില്ല. അന്ന് രാത്രി ഡെന ഒരു വിധത്തിലൊക്കെ ഉറങ്ങാനായിട്ട് ശ്രമിച്ചു. അവളെന്തോ ആ മുറിയിലെ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. കണ്ണടയ്ക്കാൻ അവൾക്ക് പേടിയാണ്. എങ്ങനെയെങ്കിലും ഉറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ദേ കൺമുന്നിലെ ഇങ്ങനൊരു രൂപം. അത് ഡെനയുടെ മുഖത്തൊരു തലയണ വെച്ച് അമർത്തി ഡെനയെ കൊല്ലാൻ നോക്കി. എന്നാ അടുത്ത നിമിഷം തന്നെ ആ പ്രേതത്തെ അവിടെ കാണാനില്ല. ഒരുപക്ഷെ ഈ കണ്ടത് ഒരു സ്വപ്നാണോ അതോ സത്യാണോ എന്നറിയില്ല. ഡെന പേടിച്ച് വരച്ച് കണ്ണു തുറന്നു നോക്കുമ്പോ ബെഡിന് തൊട്ടായിട്ട് മുടിയൊക്കെ വളർത്തി ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ഡെനയുടെ സൈക്കിയാട്രിക് ഡോക്ടറാണ്, ഡോക്ടർ സ്റ്റാൻലി. ഡോക്ടർ പറയുമ്പോഴാണ് ഡെന താൻ അറിയാത്ത പല കാര്യങ്ങളും അറിയുന്നത്. അന്ന് ആ ആക്സിഡന്റില് ഡെനയുടെ ഹാർട്ട് 2-3 മിനിറ്റ് സ്റ്റോപ്പായി. അന്ന് അവള് മരണപ്പെട്ടത്. എന്നാ മെഡിക്കൽ ടീംസ് അങ്ങോട്ട് എത്തി അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തപ്പോ 2 നിമിഷത്തേക്ക് മരണപ്പെട്ട ഡെനയ്ക്ക് തന്റെ ജീവൻ തിരികെ കിട്ടിയത്. ഇത് നായികയുടെ സെക്കൻഡ് ലൈഫാണ്. ഇപ്പോ ഡോക്ടർ സ്റ്റാൻലി നായികയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം. എന്തോ താൻ ഇവിടെ സേഫ് അല്ല, ഇവിടെ ഒന്നും ശരിയല്ല എന്ന തോന്നല് തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ആരോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഉറങ്ങുമ്പോ എന്തോ ഒന്ന് തന്റെ സ്കിന്ന് മാന്തി പറിക്കുന്നു. താൻ പറയുന്നതാണെങ്കിൽ ആരും വിശ്വസിക്കുന്നുമില്ല. ഇത് കേട്ട് ഡോക്ടർ സ്റ്റാൻലി അവളെ സമാധാനപ്പെടുത്തി. ഇവിടെ മോശമായി ഒന്നും തന്നെയില്ല ഡെന, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ഇവിടെ ഒരു ബോഗിമാനും ഇല്ല. നിങ്ങളിവിടെ സേഫാണ്. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെയുള്ളത്. അന്ന് രാത്രി എത്ര ശ്രമിച്ചിട്ടും ഡെനയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ മകളോ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിലേ എന്നൊക്കെ സങ്കടപ്പെട്ട് ഡെന ആ ബെഡിൽ കിടക്കുന്ന സമയത്ത് പതിവ് പോലെ തന്നെ ആ മുറിയിലെ ലൈറ്റൊക്കെ ഫ്ലിക്കർ ചെയ്ത് ലൈറ്റ് ഓഫായി. മുറിയിലുണ്ടായിരുന്ന കബോർഡ് അത് തനിയെ തുറന്നു വന്നു. ഈ സമയം ആരോ ഡെനയുടെ വെന്റിലേറ്റർ ട്യൂബ് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നായികയാണെങ്കില് ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. ആ പ്രേതരൂപത്തെ ഡെനയ്ക്ക് ഇപ്പൊ തന്റെ കൺമുന്നിൽ കാണാം. എന്നാ ഒന്ന് ഒച്ച വെച്ച് കരയാനോ ആരെയെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാനോ അവളെ കൊണ്ട് കഴിയില്ല. അവള് ഒച്ച വെച്ച് കരയാനൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ യാതൊരു കാര്യവുമില്ല. അപ്പോഴേക്കും മുറിയിൽ എന്തൊക്കെയോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് ഡോക്ടേഴ്സും നഴ്സൊക്കെ അങ്ങോട്ട് ഓടിയെത്തി. പിറ്റേന്ന് രാവിലെ ഡെന നടന്ന കാര്യങ്ങളൊക്കെ സ്റ്റീവിനോട് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി താൻ ഒരാളെ മുറിയിൽ കണ്ടു. അവനാണ് തന്റെ വെന്റിലേറ്റർ കട്ട് ചെയ്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഈ ഒരു കാര്യം കേട്ട സ്റ്റീവ്, നീ അയാളെ ശരിക്ക് കണ്ടോ? അതിന് ഡെന പറയും, അവന് നല്ല ഹൈറ്റ് ഉണ്ട്. അവന്റെ മുഖം ഒരു പ്രേതത്തിന്റെ പോലെയായിരുന്നു. ഇതിനെ തുടർന്ന് സ്റ്റീവ് സേഫ്റ്റിക്ക് വേണ്ടി 2-3 ക്യാമറകള് ആ മുറിയിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഡെന പറയുന്നത് സത്യാണോ ഇതൊക്കെ അവളുടെ തോന്നലാണോ എന്ന് കണ്ടെത്തണ്ടേ. ഡെന ആകെപ്പാടെ കൺഫ്യൂസായി അവൾ ആ CCTV ചെക്ക് ചെയ്ത് നോക്കി. സത്യം പറഞ്ഞ 2-3 ആഴ്ചകൾക്ക് ശേഷം ഇപ്പോഴാണ് ഡെന തന്റെ മുഖം കാണുന്നത്. പരുക്കുകളുള്ള തന്റെ മുഖം കണ്ട് നായിക ആകെ അപ്സെറ്റായി. ഇതേ സമയം തന്നെ മുറിക്ക് വെളിയിലുള്ള CCTV ക്യാമറ കണ്ട് എലിസബത്ത് ആ ക്യാമറ നോക്കി ആകെ പെട്ടല്ലോ എന്നൊരവസ്ഥയല്ലേ കോറിഡോറിൽ നിൽക്കുന്നുണ്ട്. ആ സ്ത്രീ ഉടനെ തന്നെ ക്യാമറയെ കുറിച്ച് സ്റ്റീവിനോട് ചോദിക്കും. ഇതെന്താ പതിവില്ലാതെ ഇവിടെ ക്യാമറയൊക്കെ? എന്തായാലും ക്യാമറയുള്ളത് ഒരു നല്ല കാര്യമല്ലേ? ഇത് കേട്ട് സ്റ്റീവിന് വല്ലാതെ അങ്ങ് ദേഷ്യം വന്നു. ഇങ്ങനെയാണോ നിങ്ങൾ പേഷ്യൻസിനെ നോക്കുന്നത്? കഴിഞ്ഞ രാത്രി ആരോ തന്റെ വൈഫിനെ കൊല്ലാൻ നോക്കി.
അതാരാന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ നോക്കിക്കോ, ഈ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ അടച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കലി തുള്ളി സ്റ്റീവ് അവിടെ നിന്ന് പോയി. എലിസബത്ത് നേരെ സ്റ്റാഫ് മുറിയിലേക്ക് ചെന്ന് മറ്റ് സ്റ്റാഫിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോ ട്രെവർ പറയുന്നത് വെന്റിലേറ്റർ കട്ടായത് എന്തോ ഇലക്ട്രിക്കൽ ഇഷ്യൂ ആണ്. കാരണം ഈ ബിൽഡിങ്ങിനും ഇവിടുത്തെ വയറിങ്ങിനും അത്ര തന്നെ പഴക്കമുണ്ട്. ഈ ലൈറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലിക്കർ ചെയ്യുന്നത് കണ്ടില്ലേ? മാത്രമല്ല ഒടുക്കത്തെ എലികളുടെ ശല്യം. ട്രെവർ എലികളെ കടിച്ചു മുറിച്ച വയറിംഗ് ഒക്കെ ആ ലേഡിക്ക് കാണിച്ചു കൊടുത്തു. അന്ന് രാത്രി ഡനയ്ക്ക് ഉറക്കം വരാതെ തന്റെ കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് പതിയെ പതിയെ നടക്കാൻ പറ്റോ എന്നൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡനയ്ക്ക് തന്റെ കാലൊന്ന് അനക്കാൻ പോലും വയ്യ. ഇനി തനിക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ല. ആകെ സങ്കടപ്പെട്ടിരുന്ന ഡന മുറിയിലുള്ള ക്യാമറയിലേക്ക് നോക്കി തനിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അവിടെ സംസാരിക്കാൻ മറ്റാരുമില്ലല്ലോ. പെട്ടെന്ന് ആ മുറിയിലെ ചുമരിലെ ആരോ വളരെ ശക്തിയായിട്ട് തട്ടാൻ തുടങ്ങി. ആകെ ഭയന്നു പോയ ഡന പെട്ടെന്ന് തന്നെ ആ ഡിവൈസില് ടൈപ്പ് ചെയ്ത് ചോദിക്കും, ആരാത്? നിങ്ങളും എന്നെ പോലെ ഇവിടുത്തെ പേഷ്യന്റ് ആണോ? നിങ്ങളും എന്നെ പോലെ തനിച്ചാണോ? ആ ചോദ്യങ്ങൾക്ക് ചുമരില് തട്ടിക്കൊണ്ടാണ് ആരോ മറുപടി പറയുന്നത്. ഇന്നലെ രാത്രി നല്ല നീളമുള്ള ഒരാള് എന്നെ കൊല്ലാൻ നോക്കി. നിങ്ങൾ ഇതിനു മുൻപ് അയാളെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് അപ്പുറത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല. ചുമരിൽ നിന്ന് യാതൊരു ശബ്ദം കേൾക്കാനില്ല. എന്തോ പന്തികേട് തോന്നിയ ഡന പെട്ടെന്ന് തന്നെ ഇന്റർനെറ്റില് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ ഹോസ്പിറ്റല് കുഞ്ഞുങ്ങളുടെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ആയിരുന്നു. അന്നിവിടുത്തെ പേഷ്യൻസിൽ അധികവും കുഞ്ഞുങ്ങളായിരുന്നു. ഇന്റർനെറ്റില് ഇവിടെ ജോലി ചെയ്തിരുന്ന ചില സ്റ്റാഫിന്റെ ഫോട്ടോസ് കാണാം. അക്കൂട്ടത്തിലാണ് ഡന നല്ല ഉയരമുള്ള ഒരാളെ ശ്രദ്ധിക്കുന്നത്. അവളെ ഇന്നലെ രാത്രി കൊല്ലാൻ ശ്രമിച്ച അതേയാള്. അവന്റെ പേര് എറിക് നിൽസൺ എന്നാണ്. ആ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയിലെ എറിക്കിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കാണാം. നഴ്സായി ജോലി ചെയ്തിരുന്ന എറിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി. കുഞ്ഞുങ്ങളെ കരുണകൊല ചെയ്തതിനു ശേഷം എറിക്കും ആത്മഹത്യ ചെയ്യായിരുന്നു. ആ വാർത്ത വായിച്ച് ഡനയ്ക്ക് ആകെ പേടിയായി. തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എറിക്ക് തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പാണ്. പിറ്റേന്ന് രാവിലെ ട്രെവർ നായികയെ ക്ലീൻ ചെയ്യുന്ന നേരത്ത് ഡന എറിക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ ട്രെവർ തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. 1984 ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അത് ചെയ്തത് എറിക്കാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നാണോ പറയുന്നത്? അതിനെ ട്രെവർ പറയും, ആ സംഭവം നടക്കുമ്പോ എനിക്ക് വെറും 4 വയസ്സാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കൊന്നും കൂടുതലൊന്നും അറിയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രം മുഴുവൻ അറിയണമെങ്കിൽ ഡോക്ടർ സ്റ്റാൻലിയെ കണ്ട് സംസാരിച്ചാൽ മതി. അദ്ദേഹം ഇവിടെ ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രെവർ നായികയുടെ ഡൈപ്പർ മാറ്റുന്ന നേരത്താണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ആരോ ഡനയുടെ കാല് മാന്തി പറിച്ചു വെച്ചിരിക്കുന്നു. കാല് തളർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഡനയ്ക്ക് വേദന അറിയത്തില്ലല്ലോ. ട്രെവർ ഇങ്ങനെ എന്തോ കണ്ടു പേടിച്ച് വെപ്രാളപ്പെടുന്നത് കണ്ട് നായിക പെട്ടെന്ന് തന്നെ CCTV ചെക്ക് ചെയ്ത് നോക്കി. ആ മാന്തിയ പാടുകളൊക്കെ കണ്ട് ഡന പേടിച്ച് കരയാൻ തുടങ്ങി. നായിക ഇങ്ങനെ അലറിക്കരഞ്ഞ് ബഹളം വെച്ചതും പേടിച്ചു പോയി ട്രെവർ പെട്ടെന്ന് തന്നെ നായികയുടെ 2 കൈകളും ലോക്ക് ചെയ്ത് സെഡേഷൻ കൊടുത്ത് ഉറക്കിക്കെടുത്തി. ഇനി എന്ത് ചെയ്യണോന്നറിയാതെ ട്രെവർ അങ്ങനെ പകച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് അവിടെയുള്ള കബോർഡിന്റെ ഡോറ് തനിയെ തുറന്നു വന്നു. ആദ്യം അതത്ര കാര്യാക്കാതെ ട്രെവർ നേരെ ചെന്ന് ആ ഡോർ അടച്ചു. എന്നാ പിന്നെയും കബോർഡിന്റെ ഡോറ് തനിയെ തുറന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ടതോടുകൂടി ട്രെവറിന് ഒരു കാര്യം ഉറപ്പായി. ഡന പറയുന്നതിലും കുറച്ചെങ്കിലും സത്യമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. വേഗം ഒരു വീൽ ചെയർ എടുത്ത് ആ കബോർഡ് തുറക്കാതിരിക്കാനായിട്ട് ചാരി വെച്ച് അയാൾ ആ മുറിയിൽ നിന്ന് വെപ്രാളപ്പെട്ട് പുറത്തേക്ക് പോയി. ഒരല്പസമയം കഴിഞ്ഞ് ഡന ഉറക്കൊക്കെ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോ ഡനയെ കാണാൻ ഡോക്ടർ സ്റ്റാൻലി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ സ്റ്റാൻലി എറിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങള് നായികയോട് പറയുന്നുണ്ട്. എറിക്ക് ഇവിടുത്തെ സ്റ്റാഫ് ആയിരുന്നില്ല. അവൻ ഈ ഹോസ്പിറ്റലിലെ ഒരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നു. എറിക്കിനെ സ്വന്തം പറയാൻ ആരും തന്നെയില്ല. അച്ഛൻ, അമ്മ, ബന്ധുക്കള്, സുഹൃത്തുക്കള് അങ്ങനെ ആരും തന്നെയില്ല. അവൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. എറിക്കിന് തന്റെ കുട്ടിക്കാലത്ത് ഓർഫണേജിലെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് അവന്റെ മാനസിക നില തെറ്റി. അങ്ങനെയാണ് എറിക്ക് ഈ ഹോസ്പിറ്റലിൽ എത്തിയത്. അങ്ങനെ നീണ്ട വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം എറിക്കിന്റെ അസുഖം മാറി. അവൻ തികച്ചും നോർമലായിരുന്നു. എന്നാൽ പിന്നീട് അവന് പോവാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ ഹോസ്പിറ്റൽ അവന്റെ വീടായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഡോക്ടർ സ്റ്റാൻലി എറിക്കിന് ഈ ഹോസ്പിറ്റലിലെ നഴ്സായിട്ട് ജോലി കൊടുത്തു. ഇവിടുത്തെ കുഞ്ഞുമക്കളെ കുളിപ്പിക്കുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എറിക്കായിരുന്നു. അവൻ കുഞ്ഞുങ്ങളുടെ നഖം വെട്ടി അത് പ്രത്യേകം കവറിലാക്കി സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം അവനെ വിളിച്ചിരുന്നത് നെയിൽസ് എന്നായിരുന്നു. ഇത് കേട്ട് ഡന ഡോക്ടറോട് ചോദിക്കും,
പിന്നീട് എറിക്കിന് എന്താ പറ്റിയത്? 1984 ഇവിടെ കുറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടല്ലോ. അതും മരിച്ചവരിൽ അധികവും പെൺകുട്ടികളായിരുന്നു. പോലീസ് ആ കേസിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ യാതൊരു തെളിവുകളോ പ്രതിയെ കണ്ടെത്താനോ പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാലും പോലീസിന്റെ പ്രധാന സസ്പെക്ട് അത് എറിക്കായിരുന്നു. കാരണം മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ നഖം അത് എറിക്കിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം എറിക്കും ഇതേ ആശുപത്രിയിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇത് കേട്ട് ഡനയ്ക്ക് ആകെ പേടിയായി. കാരണം ഇപ്പോ എറിക്കിന്റെ പ്രേതം നായികയാണ് കൊല്ലാൻ നോക്കുന്നത്. സത്യം പറ ഡോക്ടർ, എറിക്ക് മരിച്ചത് ഇതേ മുറിയിലാണോ? ഈ ഒരു ചോദ്യത്തിന് ഡോക്ടർ സ്റ്റാൻലി മറുപടി പറയാൻ തയ്യാറല്ല. എന്നാൽ എറിക്ക് മരിച്ചത് ഡെനയുടെ ഇതേ മുറിയിലെ ആ കബോർഡിനകത്താണ്. ഡോക്ടർ സ്റ്റാൻലി അക്കാര്യം തുറന്നു പറയാൻ തയ്യാറല്ല. എറിക്ക് മരണപ്പെട്ടു, അവൻ പോയി. മരിച്ച സ്ഥലം അതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡെന എത്രയൊക്കെ കരഞ്ഞു ചോദിച്ചിട്ടും പുള്ളി എറിക്കിന്റെ മരണത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അന്ന് രാത്രി ഡെനയുടെ മകള് വീഡിയോ കോൾ ചെയ്ത് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡെനയുടെ ഹസ്ബൻഡിന്റെ പുതിയ സ്റ്റുഡന്റ് ആഷ്ലി ആ വീഡിയോ കോളിൽ സംസാരിക്കുന്നത്. പുള്ളിക്കാരി ഇപ്പോ അവരുടെ വീട്ടിലാണ് താമസം. ഇപ്പോ ജമയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ആഷ്ലിയാണ്. ആ സ്ത്രീയുടെ സംസാരം കേട്ട് അത് തീരെ ഇഷ്ടപ്പെടാതെ ഡെന പെട്ടെന്ന് തന്നെ വീഡിയോ കോള് കട്ട് ചെയ്യാണ്. പതിവ് പോലെ തന്നെ ഡെനയ്ക്കാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനും കഴിയുന്നില്ല. പ്രേതമുള്ള മുറിയിലെ എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങുക? എപ്പോഴാ എറിക്കിന്റെ പ്രേതം അവളെ കൊല്ലാൻ ശ്രമിക്കുന്നെന്നറിയില്ലല്ലോ. അതൊക്കെ ചിന്തിച്ച് അവൾ ആ കബോർഡിലേക്ക് നോക്കുമ്പോ അതിന്റെ ഡോറ് അകത്തുനിന്ന് ആരോ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കബോർഡ് വല്ലാതെ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യണോന്നറിയാതെ ഡെന പേടിച്ചരണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ കബോർഡിന്റെ ഡോറ് തുറന്ന് എറിക്കിന്റെ പ്രേതം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ ഒരു കാഴ്ച കണ്ട് ആകെ ഭയന്നു പോയ ഡെന ഉടനെ തന്നെ അലാം ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ട്രെവർ ആ മുറിയിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും മുറിയിലെ ലൈറ്റ് ഓണായി. ട്രെവർ വന്ന് നോക്കുമ്പോ മുറിയിൽ മറ്റാരുമില്ല. ഡെന ബെഡിൽ കിടന്ന് നിലവിളിച്ച് കരയാം. ഒരു വിധത്തില് അവൻ എങ്ങനെയൊക്കെയോ നായികയെ സമാധാനിപ്പിക്കാൻ നോക്കി. സത്യത്തിലെ ട്രെവർ ആ മുറിയിലെ എറിക്കിന്റെ പ്രേതത്തെ കണ്ടിരുന്നു. എന്നാലും ആ മുറിയിലെ താൻ ആരെയും കണ്ടില്ല എന്ന മട്ടിലാണ് ട്രെവർ സംസാരിക്കുന്നതും പെരുമാറുന്നതും. അടുത്ത ദിവസം ഇന്നലെ രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും ഡെന സ്റ്റീവനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞു കൊടുത്തു. അവൾക്കിപ്പോ ചെറിയ രീതിയിൽ സംസാരിക്കാം. CCTV വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ വിഷ്വൽസിൽ ഒന്നും തന്നെ എറിക്കിന്റെ പ്രേതത്തെ കാണാനില്ല. താൻ കണ്ടത് അതെങ്ങനെ സ്റ്റീവിനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? ഡെനയ്ക്ക് യാതൊരു പിടിയില്ല. എന്നാ ഇത് കേട്ടോണ്ടിരുന്ന സ്റ്റീവ് പറയുന്നത്, ഞാൻ ഈ ക്യാമറ മുറിയിൽ വെക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റായിപ്പോയി. കാരണം അതിനുശേഷമാണ് നീ കൂടുതലായിട്ട് ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി പേടിക്കാൻ തുടങ്ങിയത്. ഇത് കേട്ടതോടെ ഡെനയ്ക്ക് എന്ത് പറയണോന്നറിയില്ല. സ്റ്റീവ് പ്ലീസ് ഒരിക്കലും ആ ക്യാമറ എടുത്ത് മാറ്റരുത്. ഇപ്പോ ഈ ഒരു അവസ്ഥയിലെ ക്യാമറ മാത്രമാണ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റീവ് അങ്ങനെ താനൊന്ന് ഡോക്ടറിനെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഡെന തന്റെ മകളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജമയ്ക്കും ഇതൊന്നും അപ്പാടെ വിശ്വസിക്കാൻ വയ്യ. അമ്മ പറയുന്നത് നീ വിശ്വസിക്കുന്നില്ലെങ്കിലേ നീ അപ്പുറത്തെ മുറിയിലെ എല്ലി എന്നൊരു മുത്തശ്ശിയുണ്ട്. ആ സ്ത്രീയോട് ചോദിച്ചാൽ മതി, അവരെല്ലാ കാര്യങ്ങളും നിന്നോട് പറയും. ആ മുത്തശ്ശി ഒരിക്കൽ ചുമരിലെ തട്ടി ശബ്ദം ഉണ്ടാക്കി എന്നോട് സംസാരിച്ചിരുന്നു. എറിക്കിനെ കുറിച്ച് ആ സ്ത്രീക്ക് അറിയാം. ഉടനെ തന്നെ ജമ്മ അമ്മ പറയുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാതെ സത്യം എന്താണെന്ന് അറിയാനായിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. പക്ഷേ എന്തൊക്കെ ചോദിച്ചിട്ടും മുത്തശ്ശിയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവുമില്ല. സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന മുത്തശ്ശി അവളോട് എന്ത് പറയാനാണ്? അന്ന് ചുമരില് തട്ടി ശബ്ദം ഉണ്ടാക്കിയത് മുത്തശ്ശിയല്ല, അത് എറിക്കിന്റെ പ്രേതം തന്നെയാണ്. പെട്ടെന്നാണ് അനക്കമില്ലാതെ കിടന്നിരുന്ന മുത്തശ്ശി ജമയ്ക്ക് നേരെ അലറി വിളിക്കുന്നത്. പേടിച്ചുപോയ ജമ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് തന്റെ ജീവനും കൊണ്ടോടി. ഈ ബഹളൊക്കെ കേട്ട് ഡോക്ടേഴ്സും മറ്റെല്ലാവരും മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും മുത്തശ്ശി മരണപ്പെട്ടിരുന്നു. ഒരല്പസമയം കഴിഞ്ഞ് ഡെനയുടെ മുറിയിലെത്തിയ ട്രെവർ നേരെ ചെന്ന് ആ കബോർഡിൽ ആണിയടിച്ച് അത് ലോക്ക് ചെയ്യാണ്. ഒരു കാര്യം, അവൻ ഇന്നലെ രാത്രി എറിക്കിന്റെ പ്രേതത്തെ നേരിട്ട് കണ്ടതായിരുന്നു. എന്നാലും അവൻ അക്കാര്യം ഇപ്പോഴും സമ്മതിച്ചു കൊടുക്കില്ല. കബോർഡിന് ആണിയടിച്ച് ലോക്ക് ചെയ്തെങ്കിലും ഡെനയ്ക്ക് താൻ ആ മുറിയിലെ സേഫ് ആണെന്ന് തോന്നിയില്ല. കാരണം തന്നെ കൊല്ലാൻ നോക്കുന്നത് ഒരു മനുഷ്യനല്ല പ്രേതാണെന്ന് പറഞ്ഞിട്ടും സ്റ്റീവോ തന്റെ മകളോ ഡോക്ടേഴ്സോ ട്രെവറോ ആരും അവളെ വിശ്വസിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഈ 24 മണിക്കൂറും ഈ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് CCTV നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതെല്ലാം നിങ്ങളുടെ ഹെലൂസിനേഷൻ മാത്രമാണ്. ഇവിടെ പ്രേതവുമില്ല ഭൂതവുമില്ല.
ട്രെവർ ആകെ ദേഷ്യപ്പെട്ട ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാ നമ്മുടെ നായിക എന്നെ കൊണ്ട് പറ്റില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ ഡെനയുടെ ഹസ്ബൻഡിന്റെ പെർമിഷൻ ഇല്ലാതെ ട്രെവറിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഒരല്പസമയം കഴിഞ്ഞ് നായിക ഇന്റർനെറ്റിലെ പ്രേതങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. താൻ പ്രേതത്തെ കാണുന്നുണ്ട്, എന്നാ മറ്റാരും പ്രേതത്തെ കാണുന്നുമില്ല, CCTV വിഷ്വൽസിൽ കാണാനുമില്ല. എന്തുകൊണ്ടാണ് ഞാൻ മാത്രം പ്രേതത്തെ കാണുന്നത്? ഇതിനെക്കുറിച്ച് ഡെന ഇന്റർനെറ്റിൽ തെരഞ്ഞു നോക്കി. ഒരു ഇന്റർവ്യൂവില് ഒരു വ്യക്തി തന്റെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതോടുകൂടി ഡെനയ്ക്ക് തന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി. അന്ന് ആക്സിഡന്റില് ഡെനയുടെ ഹാർട്ട് 2-3 നിമിഷത്തേക്ക് നിന്നുപോയി. അവള് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ടാണ് പ്രേതങ്ങളെ കാണാൻ കഴിയുന്നത്. ഇനി ഈ എറിക്കിന്റെ പ്രേതത്തിന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? മറ്റുള്ളവരെ ഇതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? അവൾക്ക് യാതൊരു പിടിയില്ല. അവൾ ഈ സമയം വെന്റിലേറ്റർ ഓഫാക്കി തനിയെ മെഷീന്റെ സഹായമില്ലാതെ ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡെനയുടെ ഹെൽത്ത് ഇപ്പോൾ ഇംപ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. അവൾക്കിപ്പോ വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിക്കാം. ഇതേ സമയം തന്നെ ട്രെവർ എലിസബത്ത് എന്ന ലേഡിയെ ചെന്ന് കണ്ട് ഡെനയെ കുറിച്ച് സംസാരിക്കാണ്. എനിക്കെന്തോ ഡെന പറയുന്നതിലെ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നുന്നു. അത് തോന്നലല്ല, അന്ന് ഞാൻ ആ മുറിയിലെ എറിക്കിന്റെ പ്രേതത്തെ കണ്ടിരുന്നു. നിങ്ങൾക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്നാ ഈ ഒരു ചോദ്യങ്ങൾക്കൊന്നും എലിസബത്ത് വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല. അതൊക്കെ പഴയ കാര്യമല്ലേ, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ട്രെവറിനെ കണ്ണുരുട്ടി പേടിപ്പിച്ച ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അന്ന് രാത്രി ഉറക്കം വരാതിരുന്ന ഡെന തന്റെ ലാപ്ടോപ്പില് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ട്. ഒരു ഡയറി പോലെ എഴുതി വെക്കുന്നുണ്ട്. 2 തവണ എറിക് അവളെ കൊല്ലാൻ നോക്കി. ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു. താൻ 3 പ്രാവശ്യം മരണത്തെ തോൽപ്പിച്ചിരിക്കുകയാണ്. താൻ ഒരു സർവൈവർ ആണ്. ഇത് ടൈപ്പ് ചെയ്ത അടുത്ത നിമിഷം തന്നെ ആ ലാപ്ടോപ്പിൽ നിന്ന് എറിക്കിന്റെ ചിരി കേൾക്കാം. പ്രേതം അവളെ പരിഹസിച്ച് ചിരിക്കുകയാണ്. ഇതൊന്നും അവസാനിക്കാൻ പോണില്ല. നീ ഇവിടെ തന്നെ മരിക്കും. നീ ഇവിടെ തന്നെ മരിക്കും. നീ ജീവനത്തിലെ സ്നേഹിച്ച നിന്റെ ഭർത്താവ് നിന്നെ ചതിക്കുകയാണ്. അത് നിനക്കറിയോ? നോക്കുമ്പോൾ ഡെനയ്ക്ക് തന്റെ ലാപ്ടോപ്പില് ഒരു വീഡിയോ കാണാം. സ്റ്റീവും സ്റ്റീവിന്റെ സ്റ്റുഡന്റായ ആഷ്ലി ഒന്നിച്ചുള്ള ഒരു വീഡിയോ കാണാം. ഈ ഒരു കാര്യം കണ്ട് ഡെന ആകെ തകർന്നു പോയി നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എറിക്, നിനക്ക് എന്നിൽ നിന്ന് എന്താ വേണ്ടത്? അടുത്ത നിമിഷം നായികയ്ക്ക് തന്റെ ദേഹത്ത് എന്തോ കോറി വരയ്ക്കുന്നത് പോലെ വേദനിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഡെനയുടെ ദേഹത്ത് എറിക്കിന്റെ പ്രേതം ഐ മിസ് യു എന്ന് എഴുതിയിരിക്കുന്നത് കാണും. അത് കണ്ടതോടെ നായിക ആകെ ഷോക്കായി ഡെനയുടെ ബോധം പോയി. എറിക് എന്തിന് തന്നെ മിസ് ചെയ്യണം? എന്തോ അവൾക്കറിയില്ല. മറുവശത്ത് സ്റ്റാഫ് മുറിയിലിരിക്കുന്ന ട്രെവറിന് തന്റെ മുറിയിൽ എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. തൊട്ടു പിന്നിലുള്ള അലമാര തനിയെ അനങ്ങുന്നുണ്ട്. അത് എലിയാണെന്ന് കരുതി പുള്ളി ആ അലമാരക്കിട്ട് 2 അടിയും കൊടുത്ത് എലികളെയൊക്കെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴാണ് എറിക്ക് ആ അലമാരയിലെ ഒരുപാട് പഴയ ഫയലുകൾ കാണുന്നത്. അത് ഈ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ്. അവൻ ആ ഫയലുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നായിക വളരെ ചെറുപ്പത്തിലെ ഇതേ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആയിരുന്നു. ആ ഫോട്ടോ കണ്ട് ട്രെവർ ആകെ കൺഫ്യൂസ് ആയി. ഇനി അത് ഡെന തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ? ട്രെവർ ആകെ തലയും പുകഞ്ഞു നിൽക്കുമ്പോ ദേ അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ ആകെ ഗ്ലിച്ച് ആവാൻ തുടങ്ങി. ട്രെവറിന് ഇപ്പോ തന്നെ ആ സ്ക്രീനിൽ കാണാം. അവൻ ആ സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ തൊട്ട് പിന്നിലായി എലികള് കടിച്ച് പറിച്ചു വെച്ചിരിക്കുന്ന ഹോളിൽ നിന്ന് ഒരു പ്രേതക്കൈ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാ അവൻ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒന്നും തന്നെ കാണാനില്ല. എന്നാ ചുമരിലുണ്ടായിരുന്ന ഹോളിലൂടെ എറിക്കിന്റെ പ്രേതം പതിയെ പതിയെ അവന്റെ അടുത്തേക്ക് വന്നു. പിന്നെ കേൾക്കുന്നത് ട്രെവറിന്റെ അലർച്ച മാത്രമാണ്. മറുവശത്ത് സ്റ്റീവ് തന്റെ വൈഫിന്റെ ദേഹത്തുള്ള മുറിവുകളൊക്കെ കണ്ട് എലിസബത്തിനെ ഒത്തിരി വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെയാണോ നിങ്ങൾ പേഷ്യൻസിനെ നോക്കുന്നത്? എത്ര തവണ തന്റെ വൈഫ് തന്നെ ആരോ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ എന്താ ഇത് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്? ഇപ്പോ സ്റ്റീവ് വിശ്വസിക്കുന്നത് ട്രെവർ ആണ് തന്റെ വൈഫിനെ കൊല്ലാൻ നോക്കുന്നത്. ഉടനെ തന്നെ നായിക പറയും, ട്രെവർ അല്ല ഇതൊന്നും ചെയ്യുന്നത്, അവനല്ല തന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ട്രെവർ അവനെന്റെ ഫ്രണ്ടാണ്. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് സ്റ്റീവിന്റെ പുതിയ ഗേൾഫ്രണ്ട് ആഷ്ലിയും ഡെനയുടെ മകളും ആ മുറിയിലേക്ക് വരുന്നത്. ആഷ്ലിയെ കണ്ടപാടെ തന്നെ ഡെനയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. 2 പേരും കൂടി അവളെ ചീറ്റ് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഡെന സങ്കടം കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഉടനെ തന്നെ സ്റ്റീവ് ഒരു ഫയൽ എടുത്ത് നായികയ്ക്ക് ഇട്ടുകൊടുത്തു. 30 വർഷങ്ങൾക്ക് മുൻപ് എറിക്ക് കൊലപ്പെടുത്തിയ ആ പെൺകുട്ടികളുടെ മെഡിക്കൽ റെക്കോർഡ്സ്. അക്കൂട്ടത്തില് ഡെനയുടെ മെഡിക്കൽ റെക്കോർഡ്സും ഉണ്ട്. എന്നാൽ ഡെനയ്ക്ക് താൻ കുഞ്ഞിലെ ഈ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആയിരുന്നു എന്ന കാര്യം ഓർമ്മയില്ല. കാരണം അന്ന് അവൾക്ക് 4 or 5 വയസ്സ് മാത്രമേ ഉള്ളൂ. അന്ന് എറിക്ക് എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങളെ കൊന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോ ട്രെവർ ഡെനയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ട് ഷോക്കായ നായിക അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതൊന്നും ചെയ്യുന്നത് ട്രെവർ അല്ല എന്ന് അവൾക്കറിയാം.
കാരണം അവള് എറിക്കിന്റെ പ്രേതത്തെ പലതവണ നേരിട്ട് കണ്ടതാണ്. ഇതേ സമയം തന്നെ എലിസബത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോലീസിനെ ഫോൺ ചെയ്യുന്നുണ്ട്. തന്റെ സ്റ്റാഫ് ഒരാള് പേഷ്യന്റിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ. എന്നാൽ ഫോണിൽ സംസാരിക്കുന്നത് പോലീസല്ല, സംസാരിക്കുന്നത് മറ്റാരുമാണ്. അത് എറിക്കായിരുന്നു. ഹലോ, ഇതാരാ? അപ്പോ മറുവശത്ത് നിന്ന് മറുപടി പറയും, നീയൊന്ന് തിരിഞ്ഞു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാന്ന്. ആകെ വിരണ്ടുപോയ ആ സ്ത്രീ പതിയെ പതിയെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അങ്ങനെ പ്രേതത്തില് വിശ്വാസമില്ലാതിരുന്ന എലിസബത്ത് എന്ന ലേഡിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. മറുവശത്ത് ഡെന സ്റ്റീവുമായിട്ട് വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് കാണിച്ചു തന്നത് എറിക്കിന്റെ പ്രേതമാണ്. ഇത് കേട്ട് സ്റ്റീവ് ആകെ ഷോക്കായി. ഹോസ്പിറ്റലിലെ തളർന്നു കിടക്കുന്ന ഡെന ഇതെങ്ങനെ അറിഞ്ഞു? എന്നിരുന്നാലും താൻ നിന്നെ ചതിച്ചിട്ടില്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് നായികയെ പരമാവധി സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആഷ്ലി ആണെങ്കിലേ ആകെ ദേഷ്യം വന്നു, ഇവിടെ എന്ത് നടന്നാലും എന്നെ അത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡെന സ്റ്റീവിന്റെ സെക്കൻഡ് വൈഫാണ്. ആദ്യ ഭാര്യയ്ക്ക് ചന്തം പോരാ, പ്രായം കൂടുതലാണെന്നൊക്കെ പറഞ്ഞാണ് നായികയെ കല്യാണം കഴിച്ചത്. അവരിങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ആ ഹോസ്പിറ്റൽ കെട്ടിടത്തിലെ മുഴുവൻ പവർ ഓഫായി. സ്റ്റീവ് ഉടനെ തന്നെ മകളെ വൈഫിന്റെ അടുത്താക്കി ഞാനൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്നാ അവിടെ മറ്റേ സ്റ്റാഫിനെയോ ഡോക്ടേഴ്സിനെയോ ആരെയും കാണാനില്ല. ഉടനെ തന്നെ ആഷ്ലിയെ നോക്കാനായിട്ട് സ്റ്റീവ് പാർക്കിംഗ് ലോട്ടിലേക്ക് പോയി. നോക്കുമ്പോ ആഷ്ലിയെ എറിക്കിന്റെ പ്രേതം കൊന്നിട്ടിരിക്കുകയാണ്. പിന്നെ ആ കാറിനുള്ളിൽ നിന്ന് കേൾക്കുന്നത് ഡാഡിയുടെ അലറി വിളിച്ചുള്ള കരച്ചില് മാത്രമാണ്. ഇതേ സമയം ഡെന തന്റെ മകളോട് ചോദിക്കുന്നുണ്ട്, നീ അമ്മ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേട്ടതോടെ ജമ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഡാഡി അമ്മയെ ചീറ്റ് ചെയ്തത് അത് ജമയെ കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോ അമ്മ പറയുന്നത് നീ അനുസരിക്കൂ, നീ വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ എറിക്ക് നിന്നെയും കൊല്ലും. എന്തായാലും എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും ജമ തന്റെ അമ്മയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറായില്ല. ഡെനയ്ക്കും തന്റെ മകളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഉടനെ തന്നെ തന്റെ കഴുത്തിലെ വെന്റിലേറ്റർ ട്യൂബ് ഊരിമാറ്റി. നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ജമ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു വിധത്തില് അമ്മയെ വീൽ ചെയറിൽ പിടിച്ചിരുത്തി. അതത്ര എളുപ്പമായിരുന്നില്ല. ഡെന താഴേക്ക് മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. ഒരു വിധത്തിലെ നായിക വീൽ ചെയറിലിരുന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ആ ബിൽഡിംഗ് മൊത്തം ഇരുട്ടായതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോണം, ഏത് വഴിയെ ഓടണമെന്ന് ജമയ്ക്ക് യാതൊരു പിടിയില്ല. അവര് മരണഭയത്തില് ആ കോറിഡോറിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. അപ്പോഴും എറിക്കിന്റെ പ്രേതം തന്റെ നഖം ചുമരിലെ കോറി വരച്ചുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെയുണ്ട്. താഴേക്കിറങ്ങാൻ ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. മരണഭയത്തില് ഡെന സ്റ്റെയറിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി ഉരുണ്ട് പെരണ്ട് താഴേക്കെത്തി. തലയൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വരാൻ തുടങ്ങി. അത്രയും കഷ്ടപ്പെട്ടാണ് ഡെന താഴേക്കെത്തിയത്. ഒരു വിധത്തില് അവര് ഡോക്ടർ സ്റ്റാൻലിയുടെ മുറിയിലെത്തി. തങ്ങളെ ഹെൽപ്പ് ചെയ്യണം, എറിക്ക് ഞങ്ങളെ കൊല്ലാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരാകെ ബഹളം വെക്കുന്നുണ്ട്. എന്നാ പുള്ളിക്കാരൻ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. നിനക്കും നിന്റെ അമ്മയെ പോലെ ഭ്രാന്ത് പിടിച്ചോ? ഡെനയെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവാൻ നോക്കുക. എന്നാ ദേഷ്യം വന്ന ജമ ഡോക്ടറിന്റെ കൈയിനൊരൊറ്റ കടിയാണ്. അടുത്ത നിമിഷം തന്നെ ഡോക്ടർ സ്റ്റാൻലിയെ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ എറിക്കിന്റെ പ്രേതം കൊലപ്പെടുത്തി. ഡെനയ്ക്ക് അറിയാം എന്തായാലും എറിക്ക് അവരെ രണ്ടുപേരെയും കൊല്ലും. എങ്ങനെയെങ്കിലും മകളെ രക്ഷിച്ചേ പറ്റൂന്ന് പറഞ്ഞ് മകളെ പിടിച്ചു വലിച്ച് എക്സിറ്റ് ഡോർ വഴി പുറത്താക്കി. എന്നിട്ട് അകത്തു നിന്ന് ലോക്കിയാണ്. എന്നാ പിന്നെ രണ്ടുപേർക്കും പുറത്തേക്ക് പോയാ പോരെ. ഡെന മരിക്കാൻ തയ്യാറായി തന്നെ എറിക്കിന്റെ അടുത്തേക്ക് ചെന്നു. ജമ ആ ഡോർ തുറക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അമ്മയെ വിളിച്ച് കരയുന്നുണ്ട്. എന്നാ ജമയുടെ കൺമുന്നിൽ വെച്ച് തന്നെ എറിക്ക് അവളുടെ അമ്മയെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി. ജമ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്നുണ്ട്. നെയിൽസ് ആണ് അവരെല്ലാവരെയും കൊന്നത്. എന്നാ ഈ പ്രേതകഥ പോലീസ് വിശ്വസിക്കുവോ? ഇല്ല. ഈ ഒരു സീനോട് കൂടിയാണ് നെയിൽസ് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. എറിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവന്റെ കൺമുന്നിലെ കുറേയധികം കുഞ്ഞുങ്ങള് അസുഖം കാരണം കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. അവരെ അസുഖത്തിൽ നിന്ന് ക്യൂർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കഷ്ടപ്പാടിൽ നിന്ന് അവരെ രക്ഷിക്കാൻ എറിക്ക് കണ്ട ഒരേ ഒരു വഴി അവരെ കൊല്ലുക എന്നതാണ്. അന്ന് എറിക്ക് കൊലപ്പെടുത്തിയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു നമ്മുടെ കഥാനായിക. എന്നാൽ അവളന്ന് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡെനയ്ക്ക് അപകടം പറ്റി കാലുകൾ തളർന്ന് സംസാരിക്കാൻ പറ്റാതായി. ഡെനയുടെ ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്തു. ഇതുകൊണ്ടൊക്കെ ഡെന കഷ്ടപ്പെടുന്നത് കണ്ടാണ് എറിക്ക് എന്ന സൈക്കോ പ്രേതം നായികയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.